സ്തോത്രം 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇമ്മാനുവേലേ, നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം. ഞങ്ങളോട് കൂടെ ഇരിക്കുന്ന കർത്താവേ, ഞങ്ങളെ നടത്തുന്ന കർത്താവേ, ഞങ്ങളെ നയിക്കുന്ന കർത്താവേ, ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവമേ, നന്ദിയോട് സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉന്നതനെ ആരാധിക്കുന്നു, പരിശുദ്ധനെ ആരാധിക്കുന്നു, മഹാദൈവത്തെ ആരാധിക്കുന്നു, പ്രാണനാഥനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നന്ദിയോടെ തിരുനാമത്തെ സ്തുതിക്കുന്നു. മഹാദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് വീണ്ടും അടുത്തു വരുവാൻ ദൈവം നൽകിയ അവസരത്തിനായി നന്ദിയോട് സ്തോത്രം. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെയും ഞങ്ങളെ പരിപാലിച്ച ദൈവമേ, പ്രാർത്ഥനയ്ക്കായി ഞങ്ങളെ ഒരുക്കിയ കർത്താവേ, നന്ദിയോട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധിയിൽ വീണ്ടും കൃപയ്ക്കായി ഞങ്ങൾ ഈ സന്ധ്യാസമയം അടുത്തു വരുന്ന കർത്താവേ, ഞങ്ങളുടെ മധ്യ എഴുന്നള്ളുമാരാകണമേ. നീതിയിൽ വലിയവൻ, സ്തുതികളിൽ ഉന്നതൻ, സ്തോത്രത്തിന് യോഗ്യൻ, പുകഴ്ചയ്ക്ക് യോഗ്യൻ, ആരാധനയ്ക്ക് യോഗ്യൻ, അത്ഭുതങ്ങളുടെ ദൈവമേ, അതിശയങ്ങളുടെ ദൈവമേ, അങ്ങയുടെ കൃപകൾ അനുഭവിപ്പാനായി ഞങ്ങൾ അടുത്തു വരുന്ന കർത്താവേ, നന്ദിയോട് സ്തോത്രം, 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 സ്തോത്രം. മഹാദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളെ ഈ രാത്രി ദൈവം ചൊരിയുമാറാകണമേ. വിശുദ്ധാരാധനയ്ക്കായി ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ദേഹം ദേഹി ആത്മാവിനെ തിരുമുമ്പാകെ ഏൽപ്പിക്കുന്നു. മഹാദൈവത്തിൻ്റെ സന്നിധിയിലെ സന്തോഷ പരിപൂർണത, അങ്ങയുടെ വലത്തു ഭാഗത്തെ പ്രമോദങ്ങൾ ഞങ്ങൾക്ക് ഈ രാത്രി തരുവാൻ ദൈവത്തിന് പ്രസാദമാകണമേ. സത്യാരാധനയ്ക്കായി, വിശുദ്ധാരാധനയ്ക്കായി, ആത്മീയ ആരാധനയ്ക്കായി ഞങ്ങളെ തിരുമുമ്പാകെ സമർപ്പിക്കുന്ന കർത്താവേ, അങ്ങയുടെ നാമം ഞങ്ങളുടെ മധ്യേ ഉയരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. മലയാളം സംഗീതത്തിനായി സ്തോത്രം, ഇംഗ്ലീഷ് സംഗീതത്തിനായി സ്തോത്രം. ദൈവത്തിൻ്റെ വിശുദ്ധ വചനങ്ങളെ ഞങ്ങളുടെ മധ്യേ മുഴങ്ങണമേ കർത്താവേ, നന്ദിയോട് സ്തോത്രം. ഈ ദേശത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കാലാവസ്ഥയുടെ കെടുതികളിൽ നിന്നൊക്കെ ദൈവം വിടുവിക്കണമേ. അനർത്ഥങ്ങൾ, ക്ലേശങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടാകാതെ കാക്കണമേ. നന്ദിയോട് സ്തോത്രം കർത്താവേ. ഞങ്ങളെ ഓരോരുത്തരെയും മഹാദൈവത്തിൻ്റെ കരുതലിൻ്റെ കരങ്ങളിൽ പരിപാലിക്കണമേ, സൂക്ഷിക്കണമേ. നന്ദിയോട് സ്തോത്രം. കഷ്ടങ്ങളിൽ, നഷ്ടങ്ങളിൽ നിന്നെല്ലാം വിടുവിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധ കരത്തിനായി നന്ദിയോട് സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യഹോവേ, അങ്ങയുടെ നന്മകളെ ഘോഷിക്കുവാൻ, അങ്ങയുടെ കൃപകളെ ധ്യാനിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കണമേ. നന്ദിയോട് സ്തോത്രം. ഞങ്ങളുടെ മനസ്സിനെ ഒരുക്കണമേ കർത്താവേ. ഞങ്ങളെ സഭയായി തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ ഞങ്ങളെ സഹായിച്ച ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവമേ, ഞങ്ങൾക്കായി കരുതിയ ദൈവമേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ യാത്രകളിലൊക്കെ ദൈവം കൂടെയിരുന്നു. ക്ഷേമത്തോടെ മടങ്ങി വരുവാൻ ദൈവം സഹായിച്ചു. നന്ദിയോട് സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ മാതാപിതാക്കൾ പലരും ക്ഷീണിതരായിരിക്കുന്നു, രോഗികളായിരിക്കുന്നു കർത്താവേ, കിടപ്പിലായിരിക്കുന്നു. ദൈവമേ, അങ്ങയുടെ കരുണയുള്ള കരങ്ങൾ നീട്ടി സഹായിക്കണമേ, പരിപാലിക്കണമേ, അവരെ സൗഖ്യമാക്കണമേ. നന്ദിയോട് സ്തോത്രം കർത്താവേ. യാത്രയിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുതലും കാവലും അവരുടെ മേൽ ചൊരിഞ്ഞ് മഹാദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ രാത്രിയിലത്തെ കൂടിവരവിനെ മഹാദൈവത്തിൻ്റെ പ്രസാദത്തിന് ഏൽപ്പിക്കുന്നു. ആത്മാവിൻ്റെ ചൈതന്യം പ്രാപിപ്പാൻ ഏൽപ്പിക്കുന്നു. യഹോവയിൽ ആനന്ദിപ്പാൻ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവിൽ സന്തോഷിപ്പാൻ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളുടെ മധ്യേ വാഴണമേ കർത്താവേ. ഞങ്ങളെ അതിനായി ഒരുക്കണമേ. കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ ഞങ്ങളെ വീണ്ടും കഴുകണമേ, ശുദ്ധീകരിക്കണമേ കർത്താവേ. ഞങ്ങളുടെ സ്നേഹിതരിൽ പലരും ജോലിയിലായിരിക്കുന്നു. ദൈവത്തിൻ്റെ കരുതൽ അവരുടെ മേലുണ്ടാകണമേ. ഇന്ന് രാത്രി വരവാൻ കഴിവില്ലാത്തവരുണ്ട്. ദൈവത്തിൻ്റെ കരുതലും കൃപയും അനുഗ്രഹങ്ങളും അവരുടെ മേൽ ചൊരിയണമേ കർത്താവേ. ഹല്ലേലൂയ. സഭയായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമഹത്വത്തിനായി ഞങ്ങളെ പണിയണമേ. ആത്മഫലങ്ങളെ തരണമേ, ആത്മവരങ്ങളെ തരണമേ, സ്വർഗീയ കൃപകൾ തരണമേ. ഹല്ലേലൂയ
ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ അതിനായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നന്ദിയോട് സ്തോത്രം. സകലത്തിലും അങ്ങയുടെ നാമത്തിന് മഹത്വം വരുത്തണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. ഹല്ലേലൂയ. പാടി പുകഴ്ത്തിടുന്നേ മനോവേലനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. അവനെന്റെ രക്ഷകൻ, അവനെനിക്കുള്ളോ ബലമുള്ള ഗോപുരം, അവർക്ക് സംഗീതം. അവനെന്റെ രക്ഷകൻ, അവനെനിക്കുള്ളോ ബലമുള്ള ഗോപുരം, അവർക്ക് സംഗീതം. അവന്റെ ചാരെ ഓടിയാണ് ആശ്വാസമാനുദിനവും. അവന്റെ ചാരെ ഓടിയാണ് ആശ്വാസമാനുദിനവും. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മനുവേലനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. അകറ്റങ്ങളകറ്റിയ നശുദ്ധിയ നീക്കി ആനന്ദ സന്തോഷമെന്നകമെത്തും അരുളി. അകറ്റങ്ങളകറ്റിയ നശുദ്ധിയ നീക്കി ആനന്ദ സന്തോഷമെന്നകമെത്തും അരുളി. അധിക തേജസ്സിനഭിഷേകത്താൽ എന്നെ ജയത്തോടെ നടത്തിയിടുന്നു. അഭിഷേകത്താൽ എന്നെ ജയത്തോടെ നടത്തിയിടുന്നു. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മനുവേലനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. അനുദിന ഭാരങ്ങൾ അവൻ ചുമന്നിടും, അനവധി നന്മകൾ അളവഞ്ഞ് തരുന്നു. അനുദിന ഭാരങ്ങൾ അവൻ ചുമന്നിടും, അനവധി നന്മകൾ അളവഞ്ഞ് തരുന്നു. അവനുപനിധി അവസാനത്തോളം കാക്കുവാൻ ശക്തനല്ലോ. വിശ്വാസം പോലെ അവനുപനിധി അവസാനത്തോളം കാക്കുവാൻ ശക്തനല്ലോ. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മനുവേലനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. എതിരുകൾ വളരെ സഖികളിലധികം, വഴിയതിദൂരം ബഹുവിധ തടസ്സം. എതിരുകൾ വളരെ സഖികളിലധികം, വഴിയതിദൂരം ബഹുവിധ തടസ്സം. ഭ്രമിക്കുന്നില്ല മന്നവനേശു എന്ന ഭയം. പരിഭ്രമിക്കുന്നില്ല മന്നവനേശു എന്ന ഭയം. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മനുവേലനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. മരണത്തെ ജയിച്ചവൻ ഉയരത്തിലുണ്ട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമൊന്നുണ്ട്. മരണത്തെ ജയിച്ചവൻ ഉയരത്തിലുണ്ട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമൊന്നുണ്ട്. ആ വീട്ടിലെന്നെ ചേർത്തിടുവാൻ മണവാളൻ വന്നിടുമേ. ആ വീട്ടിലെന്നെ ചേർത്തിടുവാൻ മണവാളൻ വന്നിടുമേ. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മനുവേ
സഖികളിലധികം വഴിയതിദൂരം ബഹുവിധ തടസ്സം എതിരുകൾ വളരെ സഖികളിലധികം വഴിയതിദൂരം ബഹുവിധ തടസ്സം പരിഭ്രമിക്കുന്നില്ല മന്നവനെ സുയന്ന ഭയം പരിഭ്രമിക്കുന്നില്ല മന്നവനെ സുയന്ന ഭയം സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മനുവേലനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ മരണത്തെ ജയിച്ചവൻ ഉയരത്തിലുണ്ട് അവിടെ നിൽക്കൊരുക്കും ഭവനമൊക്കെ ജയിച്ചവൻ ഉയരത്തിലുണ്ട് അവിടെ നിൽക്കൊരുക്കുന്ന ഭവനമൊന്നുണ്ട് ആ വീട്ടിലെന്നെ ചേർത്തിടുവാൻ മണവാളൻ വന്നിടുമേ ആ വീട്ടിലെന്നെ ചേർത്തിടുവാൻ മണവാളൻ വന്നിടുമേ സ്തുതിഗീതം പാടി പുകഴ്ത്തിടുമേ മനുവേലനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്ന മനുവേലനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ. Oh, thank you, Lord. അടുത്തൊരു പാട്ട് നമുക്ക് ധ്യാനിച്ച് പാടാം. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടും. ഹല്ലേലൂയ. നമ്മൾ ആരാധിക്കുന്നത് സ്തോത്രത്തോടും സ്തുതിയോടും ഒക്കെയാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. നന്ദിയോടെ നമുക്ക് പാടി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോടെന്നും. ആരാധിക്കാം യേശു. ഒരിക്കൽ കൂടി ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും.
സന്നിധി ധ്യാനത്തോടിന്ന് നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ മോദമോടുന്ന് നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ കീർത്തനത്തിനാ ആരാധിക്കാം യേശു കർത്താവിനെ. നീയൻ സർവനീതിയും ആയിത്തീർന്നതാൽ ഞാൻ പൂർണ്ണനാ. നീയൻ സർവനീതിയും ആയിത്തീർന്നതാൽ ഞാൻ ഭാഗ്യവാൻ. നീയൻ സർവനീതിയും ആയിത്തീർന്നതാൽ ഞാൻ ധന്യനാ. ആരാധിക്കാം നീയൻ സർവനീതിയും നീയൻ സർവനീതിയും ആയിത്തീർന്നതാൽ ഞാൻ പൂർണ്ണനാ. നീയൻ സർവനീതിയും ആയിത്തീർന്നതാൽ ഞാൻ ഭാഗ്യവാൻ. നീയൻ സർവനീതിയും ഹല്ലേലൂയ ആയിത്തീർന്നതാൽ ഞാൻ ധന്യനാ. ആരാധിക്കാം യേശു കർത്താവിനെ. We have come into His house and gathered in His name to worship Him. We have come into His house and gathered in His name to worship Him. We have come into His house and gathered in His name to worship Christ the Lord. Worship Him, Jesus Christ the Lord. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോടെന്നും. ആരാധിക്കാം ഒരിക്കൽ കൂടി യേശു കർത്താവിനെ. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ ഹല്ലേലൂയ നന്ദിയോടെ സ്തുതിച്ചാട്ടെ ഹല്ലേലൂയ ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോടെന്നും. ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധിക്കാം യേശു കർത്താവിനെ.
യേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. നിത്യ തൃക്കരത്താലും പരിശുദ്ധാത്മശക്തിയാലും നിത്യ തൃക്കരത്താലും പരിശുദ്ധാത്മശക്തിയാലും തിരുവചനം അതിധൈര്യമാ ഉറച്ചിടുക സഹോദരനെ. തിരുവചനം അതിധൈര്യമാ ഉറച്ചിടുക സഹോദരനെ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. പിണരുകൾ വീശും പിന്മാരിയെ ഊറ്റുമവൻ. പിണരുകൾ വീശും പിന്മാരിയെ ഊറ്റുമവൻ. ഉണരുകയാ ജനകോടികൾ പകരുമപ്പോൾ ദുശക്തികളും. ഉണരുകയാ ജനകോടികൾ പകരുമപ്പോൾ ദുശക്തികളും. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. ഉരുടേരി കണ്ണുകൾ തുറക്കും, കാതു കേട്ടിടും ചെകിടക്കുമേ. ഉരുടേരി കണ്ണുകൾ തുറക്കും, കാതു കേട്ടിടും ചെകിടക്കുമേ. മൂടന്നുള്ളവർ കുതിച്ചുയരും, ഊമരെല്ലാം സ്തുതി മുഴക്കും. മൂടന്നുള്ളവർ കുതിച്ചുയരും, ഊമരെല്ലാം സ്തുതി മുഴക്കും. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. നിന്നിത പാത്രരായി മേവാൻ നമ്മെ നായകൻ കൈവിടുമോ? നിന്നിത പാത്രരായി മേവാൻ നമ്മെ നായകൻ കൈവിടുമോ? എഴുന്നേറ്റ് നാം പണിതിടുക, തിരുക്കരങ്ങൾ നമ്മോടിരിക്കും. എഴുന്നേറ്റ് നാം പണിതിടുക, തിരുക്കരങ്ങൾ നമ്മോടിരിക്കും. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാൻ. നിന്നിത പാത്രരായി മേവാൻ നമ്മെ നായകൻ കൈവിടുമോ? നിന്നിത പാത്രരായി മേവാൻ നമ്മെ നായകൻ കൈവിടുമോ? എഴുന്നേറ്റ് നാം പണിതിടുക, തിരുക്കരങ്ങൾ നമ്മോടിരിക്കും. എഴുന്നേറ്റ് നാം പണിതിടുക, തിരുക്കരങ്ങൾ നമ്മോടിരിക്കും. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. 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 Hallelujah, praise the Lord. Hallelujah, thank you, Lord. Hallelujah, hallelujah, hallelujah. Kindly be seated. Hallelujah. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ദൈവസ്ഥനിലായിരിക്കാൻ സഭയെ ദൈവം സഹായിച്ചല്ലോ. കർത്താവിനെ നന്ദിയോട് സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട സമയങ്ങളെ കർത്താവ് നമുക്ക് നൽകിയല്ലോ. വീണ്ടും ദൈവസന്നിധിയിൽ ഒരുമിച്ചായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിച്ച് ദൈവകൃപയ്ക്കായി സ്തോത്രം. നമ്മുടെ ഫാസ്റ്റിംഗ് പ്രെയറിൻ്റെ ക്ലോസിംഗ് എന്ന് വേണമെങ്കിൽ പറയാം, അതല്ല നമ്മുടെ ഒരു സഭായോഗം എന്ന് വേണമെങ്കിൽ പറയാം.
രണ്ടുമല്ലാത്ത ഒരു മീറ്റിംഗ് ആയിട്ട് നമ്മൾ ഇന്ന് രാത്രിയിൽ ഇവിടെ ആയിരിക്കുന്നു. സൂമിലൂടെയുള്ള സഭായോഗം എന്ന് പറയുന്നത് എനിക്കൊട്ടും സന്തോഷമുള്ളൊരു സഭായോഗമല്ല. നമുക്ക് അല്പസമയമെങ്കിലും ഒരുമിച്ച് ദൈവസന്നിധിയിൽ പാടി സ്തുതിച്ച് ദൈവസന്നിധിയിൽ സന്തോഷിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. കർത്താവ് നമുക്കത് അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥനയോട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമ്മോട് സംസാരിച്ചുകൊണ്ടിരുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വൈ യോഹന്നാൻ അല്പസമയം നമ്മോട് ദൈവം സംസാരിക്കും. ഹല്ലേലൂയ. അനുഗ്രഹീതമായ ആരാധനയിൽ പാസ്റ്റർ പറഞ്ഞതുപോലെ സീനിയർ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൻ്റെ പ്രിയ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ജോസ് അവരുകൾക്കായിട്ട് സ്തോത്രം. മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിൽ അദ്ദേഹം അതിൻ്റെ പ്രിൻസിപ്പളായിരിക്കാനുള്ള ഭാഗ്യമുണ്ടായി. ആ ശ്രേഷ്ഠ ദൈവദാസൻ നിങ്ങളുടെ സഭയുടെ ശുശ്രൂഷകനായിരിക്കുമ്പോൾ അദ്ദേഹത്തോട് ചേർന്ന് ഈ കൂട്ടായ്മയിലായിരിക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. മറ്റ് ശുശ്രൂഷകന്മാർ കഴിഞ്ഞ ദിവസങ്ങൾ മീറ്റിങ്ങുകൾ ലീഡ് ചെയ്ത കുര്യാക്കോസ് അങ്കിള്, എൻ്റെ കൂട്ടു സഹോദരൻ മണക്കാല ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച പാസ്റ്റർ ജോൺ പീറ്റർ അവറുകൾ, ഞാൻ താമസിക്കാൻ ഇവിടെ കടന്നു വരുവാൻ കാരണമായി തീർന്ന സ്തോത്രം ഉമ്മൻ എബ്രഹാം അവറുകൾ, മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ ഞാൻ എൻ്റെ വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. എനിക്കുള്ള സമയപരിധി എനിക്കറിയാം. എന്നാൽ കഴിഞ്ഞ നാലോളം മീറ്റിംഗ് എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ ഞാൻ ശുശ്രൂഷിച്ചു. എനിക്കൊരു നിർബന്ധമുണ്ട്, എവിടെ ഞാൻ ശുശ്രൂഷിക്കാൻ പോയാലും കഴിയുമെങ്കിൽ ക്രൂശ് മറക്കരുത്. 2, കർത്താവിൻ്റെ സെക്കൻഡ് കമ്മിങ്. അതുകൊണ്ട് ഇന്ന് രാത്രി സെക്കൻഡ് കമ്മിങ്ങിനോടുള്ള ബന്ധത്തിൽ ചില ചിന്തകളാണ് ഞാൻ പറയുന്നത്. എനിക്കറിയാം, ഒരു ടാബ്ലറ്റ് രൂപത്തിൽ പറഞ്ഞില്ലെങ്കിൽ അത് എനിക്ക് എങ്ങും ആക്കാൻ കഴിയത്തില്ല. എന്നാൽ പോലും I am taking a risk and struggle. Will you turn with me to 2 Peter chapter 1 verse 11. 2 പത്രോസ് 1 അധ്യായത്തിൻ്റെ 11 വാക്യം നമുക്കൊന്ന് വായിക്കാം. Amen. For so an entrance shall be ministered unto you abundantly into the everlasting kingdom of our Lord and Savior Jesus Christ. ऐसा करने से हमारे प्रभु और उद्धारकर्ता यीशु मसीह की आनंद राज्य में बड़े आदर के साथ प्रवेश करने पाओगे. ദൈവത്തിന് സ്തോത്രം. യേശു ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ പാദപീഠത്തിലായിരിക്കുന്നു. സ്തോത്രം. ലോകം ഒരു അമേരിക്കയിൽ കാലാവസ്ഥയുടെ ഭീതി ജനത്തെ കർത്താവെ ത്രസിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരു യുദ്ധഭീഷണി ലോകത്തിലുണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ, ഒരു ഇറ്റുനോവിൻ്റെ അന്തരീക്ഷം മുഴു ലോകത്തിലും ഞങ്ങൾ കാണുമ്പോൾ, രാജ്യം രാജ്യത്തോടും ദേശം ദേശത്തോടും ഛിദ്രിക്കുമ്പോൾ, നിന്റെ വരവടുക്കല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഞങ്ങളോട് സംസാരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി വരവിൻ്റെ പ്രത്യാശ ഞങ്ങൾക്ക് തരണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു റിസ്ക്കാണ് എടുത്തിരിക്കുന്നത്. കർത്താവിൻ്റെ വരവ് എന്ന വിഷയം വേദപുസ്തകത്തിൽ 540 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതിൽ 240+ ടൈം ഓൾഡ് ടെസ്റ്റമെൻറ്റിലും ബാക്കി ശബ്ദങ്ങൾ പുതുനിയമത്തിലുമാണ്. ആദാം മുതൽ 7ാമനായ ഹാനോക്ക് നമ്മുടെ കർത്താവിൻ്റെ വരവിനെ ആദ്യമായി പ്രവചിക്കുകയാണ്. ഇതാ
വാക്യം വായിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് 1000 വിശുദ്ധന്മാരുമായി കർത്താവ് വന്നിരിക്കുന്നു. സ്തോത്രം. 1-ാം നൂറ്റാണ്ടിലെ പിതാക്കന്മാർ തമ്മിൽ കാണുമ്പോൾ അവർ മാറാനാഥ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യുമായിരുന്നു. ഈ ലോകത്തിലെ കഷ്ടങ്ങളിൽ അവർ പ്രശംസിച്ചത് നമ്മുടെ കർത്താവ് വരും കണ്ണുനീരൊപ്പുമെന്നാണ്. നമ്മുടെ പെന്തക്കോസ്തിൻ്റെ പിതാക്കന്മാർ ഈവൻ കേരളത്തിൽ പോലും ഒട്ടിയ വയറോടും കുഴിഞ്ഞ കണ്ണുകളോടും കൂടെ കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് അപ്പുറത്ത് ഒരു പ്രത്യാശ അവർ കണ്ടു. അതേ വേദപുസ്തക ഭാഷയിൽ പറഞ്ഞാൽ അവർ അത് ദൂരത്ത് നിന്ന് while they are seeing away and saluted it എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ സ്തോത്രം, നമ്മുടെ പിതാക്കന്മാർ പേപ്പട്ടി വിഷമേറ്റപ്പോൾ, സ്തോത്രം, പട്ടിയെ പോലെ കുരച്ചപ്പോൾ വിഷകാരിയെ കൊണ്ടുവന്ന് വിഷമിറക്കാൻ ആഗ്രഹിക്കാഞ്ഞത് മരുന്ന് കുടിക്കുന്ന പാപമായതുകൊണ്ട് മാത്രമല്ല, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെയാകാൻ. നമ്മുടെ പിതാക്കന്മാർ പെന്തക്കോസ്ത് സത്യത്തിലേക്ക് ഇറങ്ങിയപ്പോൾ, എടാ നിന്റെ വീട്ടിനകത്ത് പുര നിറച്ച് 4-5 പെമ്പിള്ളാർ നിപ്പില്ലയോടാ, കെട്ടിക്കുന്നുവെന്ന് കാണട്ടടാ എന്ന് പറഞ്ഞപ്പോൾ, സ്വത്രം അമേരിക്കയിൽ നിന്ന് ഡോളർ കിട്ടി നമ്മുടെ പിതാക്കന്മാർ അവരുടെ മക്കളെ കെട്ടിക്കാൻ ഒരു വേൾഡ് സപ്പോർട്ട് കിട്ടുമെന്ന് വിചാരിച്ചല്ല. ഒരുപക്ഷെ എൻ്റെ കുഞ്ഞിന് ഈ ലോകത്തിലൊരു വിവാഹം നടന്നില്ലെങ്കിൽ, ആത്മമണവാളനായ യേശു അവളുടെ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടത് കൊണ്ട് ആ ആത്മമണവാളനെ കാത്തിരിക്കുന്ന കുഞ്ഞിന്റെ ഈ ലോക വിവാഹ ജീവിതം അവർ ത്യജിച്ചു. നമ്മുടെ പിതാക്കന്മാർ മരണാസനത്തിൽ കിടക്കുമ്പോൾ, സ്തോത്രം, അന്ത്യശ്വാസമാ വലിക്കുന്നത്, പെട്ടെന്നെടുത്ത് ആശുപത്രി കൊണ്ടുപോയി പ്രാണൻ രക്ഷിക്കാൻ അവർ വെപ്രാളപ്പെടാതെ, മോനെ ഇങ്ങോട്ട് അപ്പച്ചന് പോകാൻ നേരമായി, ഞാൻ അപ്പുറത്ത് ദൂതന്മാരെ കാണുന്നു, അയ്യോ സ്വർഗവാതിൽ എനിക്കായി തുറന്നിരിക്കുന്നു, ഇനി എന്നെ തടയരുത്, ഞാൻ ഇമ്പങ്ങളുടെ പർദീസയിലേക്ക് പോകുകയാ, ബായ് നമുക്ക് വീണ്ടും കാണാമെന്ന് അവർ പറഞ്ഞ് പ്രത്യാശയുടെ പൊൻപുലരിയിൽ അവർ പറന്നുയരുന്നത്. ആമേൻ. 1987 ഈ രാജ്യത്ത് ആദ്യം ഞാൻ വന്നത്. ന്യൂയോർക്കിൽ, ന്യൂജേഴ്സിയിൽ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഒരു വലിയ കൺവെൻഷന് P.A. വിസാം അവർക്ക് ഞാൻ തർജ്ജമ ചെയ്യുകയായിരുന്നു. P.A. വിസാമിൻ്റെ പിതാവ് A.R.T. അതിശയം അത്യാസന്ന നിലയിൽ കഴിയുമ്പോൾ തൻ്റെ മകനെ വിളിച്ചിട്ട്, മോനെ എൻ്റെ അന്തിമ ശുശ്രൂഷ നീ ചെയ്യണം, അപ്പച്ചന് പോകാറായി എന്ന് പറഞ്ഞേച്ച് അതിനുള്ള അന്ത്യ ശുശ്രൂഷയുടെ ഒരുക്കങ്ങൾ നടത്തുന്നതിൻ്റെ ഇടയിൽ P.A. വിസാമിനെ വീണ്ടും A.R.T. അതിശയം വിളിച്ചേച്ച് പറഞ്ഞു, ദാണ്ട് ഈ പേപ്പർത്തുണ്ട്, ഞാൻ ഈ അത്യാസന്ന നിലയിൽ എഴുതിയ പാട്ടാണെന്ന് പറഞ്ഞ് അദ്ദേഹം ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. താൻ ആ പാട്ടിൻ്റെ ഈരടികൾ മകന് പാടിക്കൊടുത്തു. പോയതുപോൽ തിരിച്ചു വരും എൻ്റെ പ്രാണ പ്രിയനേശു, പോയതുപോൽ തിരിച്ചു വരും എൻ്റെ പ്രാണ പ്രിയനേശു, ആയതോർത്തൻ ആയതോർത്തൻ സന്തോഷത്താൽ തുള്ളിടും, സന്തോഷത്താൽ തുള്ളിടും, ഭാഗ്യക്കാനാൻ സമീപമായി അക്കരെ നാടെത്തിടും. വാക്യം സത്യം, വേദവാക്യം, വാക്യം സത്യം, വേദവാക്യം, യേശുവാരും നിശ്ചയമായി, യേശുവാരും നിശ്ചയമായി. നമ്മുടെ പിതാക്കന്മാർ അവൻ്റെ വരവിനെ പ്രതീക്ഷിച്ച് കാത്തിരുന്നു.
യേശു യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഞാൻ പോകുന്നത് പ്രയോജനം, ഞാൻ നിങ്ങൾക്കായി ഒരു സ്ഥലമൊരുക്കുവാൻ പോകുന്നു. യേശു സ്വർഗാരോഹണം ചെയ്യുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ വേർപാടിന്റെ ദുഃഖത്തിൽ മേലോട്ട് പോയ യേശുവിനെ നോക്കി നോക്കി നിന്നിട്ട് പെടല് കടച്ചിട്ട് തല കുനിക്കാതെ നോക്കി നിൽക്കുന്ന ആ ശിഷ്യന്മാർക്ക് ദൂതവൃന്ദം വെളിപ്പെട്ടിട്ട് ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്താ? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു പോയവനായി നിങ്ങൾ കണ്ടതുപോലെ വീണ്ടും വരും. പത്രോസിന്റെ ലേഖനത്തിലും കൊരിന്ത്യ ലേഖനത്തിലും സ്തോത്രം, നാം ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ വരവുണ്ടാകും. നമ്മിൽ പലരും ബോക്സിനകത്ത് വെക്കപ്പെടത്തില്ല എന്ന് പൗലോസും പത്രോസും വിശ്വസിച്ചിരുന്നു. വെളിപ്പാട് പുസ്തകം അവസാനിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ വരവിൽ നാം പോയി പാർക്കുന്ന നിത്യ നഗരത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയിലാണ്. ഞാൻ പറഞ്ഞല്ലോ, പഴയ നിയമകാല ഭക്തന്മാർ യൂദ പറഞ്ഞു, ഹാനോക്കിന്റെ പ്രവചനം, ആദാം മുതൽ 7-ാമനായ ഹാനോക്ക് ഇതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. മോശ തൻ്റെ സഹോദരനായ അഹരോന്റെ മരണാനന്തരം സ്തോത്രം, യഹോവേ മടങ്ങി വരണമേ, അവൻ മനുഷ്യപുത്രന്മാരെ മടങ്ങി വരുവീൻ എന്ന് കൽപ്പിക്കുമെന്ന് പറഞ്ഞു. ദാവീദ്, യെശയ്യാവ്, കർത്താവിന്റെ ദാനിയേൽ പ്രവചനത്തിൽ ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം സ്ഥിരമായ ഒരു രാജത്വം സ്ഥാപിക്കും. ദാവീദ് അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ആ രാജത്വത്തിൻ്റെ നീളം, അതിൻ്റെ വിധം ഒക്കെ അതിനകത്ത് എഴുതിയിട്ടുള്ളത്. സ്തോത്രം, ക്രിസ്തുഭക്തനായ സൈമൺ സാർ അതിനെ വേദവിഹാരത്തിൽ പറഞ്ഞിരുന്നത്, ഭക്ഷണപാനീയമുണ്ട് എന്നാൽ മാംസം പൂജിപ്പവരില്ല. ഭക്ഷണപാനീയമുണ്ട് എന്നാൽ മാംസം പൂജിപ്പവരില്ല. എല്ലാവരും പറുദീസിൽ പോലെ പച്ച സസ്യങ്ങളെ തിന്നും. എല്ലാവരും പറുദീസിൽ പോലെ പച്ച സസ്യങ്ങളെ തിന്നും. വിശ്രമനാടിനെ കണ്ട്, ആഹാ വിശ്രമനാടിനെ കണ്ട്, വിശ്രമനാടിനെ കണ്ട്, ആഹാ വിശ്രമനാടിനെ കണ്ട് കൗതുകം പൂണ്ടു വരുന്നുണ്ട്. വിശ്രമനാടിനെ കണ്ട് കാളയും സിംഹവും പിന്നെ അവിടെ ചെന്നായും കുഞ്ഞാടും മേയും. കാളയും സിംഹവും പിന്നെ അവിടെ കുഞ്ഞാടും ചെന്നായും മേയും. വാർദ്ധക്യമായിരത്താണ്ടിൽ എല്ലാം തികയുന്നതത്രേ. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. സ്നേഹിതരെ, പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ നമ്മുടെ വീട് എത്ര വലുതാണെങ്കിലും ഇതൊരു താൽക്കാലിക കൂടാരമാണ്. ഈ അമേരിക്ക ഏറ്റവും സുന്ദരമുള്ളതാണെങ്കിലും ഇത് മായയാണ്. എന്നാൽ ഒരു നിത്യകൂടാരത്തിൽ സഭ ചേർക്കപ്പെടാറായി, കാഹളം ധ്വനിക്കാറായി, മനുഷ്യർ മാറിയാലും വാക്കുമാറാത്ത സ്വർഗസ്ഥനായ ദൈവം ഞാൻ നിങ്ങൾക്കായി സ്ഥലമൊരുക്കാൻ പോകുന്നു. പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഈ പ്രത്യാശ വേദനകൾ മറക്കുവാൻ, കഷ്ടങ്ങളെ മറക്കുവാൻ, താൽക്കാലിക നഷ്ടങ്ങളെ, വേർപാടിൻ്റെ ദുഃഖങ്ങളെ മറക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുകയും നിത്യതയ്ക്ക് വേണ്ടി നമ്മളെ പ്രചോദിപ്പിക്കുകയും, ആകയാൽ ജഡത്തിൻ്റെ സകല കന്മഷങ്ങളെയും മാറ്റി വേർപാടിലും വിശുദ്ധിയിലും ദൈവസഭ കുഞ്ഞാടിൻ്റെ മണവാട്ടിയായി, സ്തോത്രം, വചനത്താൽ പരിശുദ്ധാത്മാവിനാൽ ഒരുക്കപ്പെട്ട് നിത്യത കാണാൻ, അതേ വേഗത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പുത്തൻ യെരൂശലേമിൻ്റെ പുലരിയെ സ്വപ്നത്തിൽ കണ്ടുകൊണ്ട് നമുക്ക് നിത്യതയ്ക്കായി യാത്ര തുടരാം. എനിക്കും എൻ്റെ വൈഫ് പ്രിയയ്ക്കും ഈ സഭയിൽ വന്ന കഴിഞ്ഞ 3 ദിവസങ്ങൾ ദൈവവചനം സംസാരിക്കുവാൻ ഇട നൽകിയ എൻ്റെ സ്നേഹിതൻ എബ്രഹാമിനോടും കുടുംബത്തോടും ഈ സഭയുടെ സീനിയർ പാസ്റ്ററോടും മറ്റ് സഹകർത്തൃദാസന്മാരോടും ദൈവമക്കളോടും നന്ദിയും രാജസ്ഥാനിലെ വേല ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്നുള്ള വാക്കുകളും പറഞ്ഞുകൊണ്ട് പ്രത്യാശയിൽ ഇമ്പങ്ങളുടെ പർദീസയെ നോക്കി പാർക്കാം. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ആൻഡ് താങ്ക് യു.
മണക്കാല സെമിനാരിയെക്കുറിച്ചുള്ള പൊങ്ങച്ചെന്ന് പറഞ്ഞാൽ അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് 10 മിനിറ്റ് കൊടുത്താൽ 10 മിനിറ്റ് അവരെടുക്കത്തുള്ളൂ. മറ്റു പലർക്കും നമ്മൾ 10 മിനിറ്റ് ഉദ്ദേശിക്കണമെങ്കിൽ 5 എന്ന് പറയണം. 5 എന്ന് പറഞ്ഞാലേ 10-നെങ്കിലും ബ്രേക്ക് കിട്ടത്തുള്ളൂ. നമ്മെ കേൾപ്പിച്ച വചനങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. മഹാദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന അതിഥികൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. സക്കറിയ ആൻഡ് പ്രിയ അവർ ജയ്പൂരിൽ നിന്ന് നമ്മോടൊപ്പമായിരിക്കുന്നു. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? സോറി, പാസ്റ്ററുടെ പേരാണോ പറഞ്ഞേ? സോറി, ഐ എം സോറി. പാസ്റ്റർക്ക് സക്കറിയ എന്നാണോ പേര്? യോഹന്നാൻ. അമേരിക്ക വരുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞു വരാറുണ്ടല്ലോ. നമ്മോടൊപ്പമായിരിക്കുന്ന ജിഷയുടെ ഫാമിലി മെമ്പേഴ്സ് രാജൻ, ആഷ ആൻഡ് ഡോട്ടർ ഗാന. ഡു യു കൈൻഡ്ലി സ്റ്റാൻഡ് അപ്പ്? എഴുന്നേറ്റ് നിൽക്കാം. താങ്ക്സ് ഫോർ കമ്മിങ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട്, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ടുള്ള സമയം. ഞാൻ ഈ പറയുന്ന വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ട് പാസ്റ്റർ, would you kindly lead us in prayer? So we are thankful to God for all the journey mercies that our brothers, sisters, when they traveled all the way to India and they returned. And let us also continuously pray for the parents who are not well. As you know, Brother Tom's mom is not doing well. Kindly pray for her, and also parents of Sina Johnson. So kindly pray for them. And Johnson's father also is not doing good. So kindly pray for them. ഈ പട്ടണത്തിന് വേണ്ടി, ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങൾ വലിയ കാലാവസ്ഥയുടെ പ്രതിബന്ധങ്ങളുണ്ടല്ലോ. ദൈവമായ കർത്താവ് ഈ രാജ്യത്തോട് കരുണ തോന്നേണ്ടതിനായി, പവർ സപ്ലൈ നഷ്ടമാകാതിരിക്കേണ്ടതിനായി, നഷ്ടങ്ങളിൽ നമ്മെ എല്ലാം, നമ്മുടെ ഓരോ കുടുംബങ്ങളെയും വിടുവിക്കേണ്ടതിനായി, വാർദ്ധക്യത്തിൻ്റെ കെടുതികളിലായിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ ഭവനങ്ങളിലായിരിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്രത്യേകമായ കരുതൽ അവിടെയൊക്കെ നൽകേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എടുക്കുവാൻ പോകുന്ന സ്തോത്ര വഴിപാടിന്, ഓഫർട്ടറിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ട് Pastor Leon will pray. Hallelujah, hallelujah. Let's bow our heads in prayer. Our Heavenly Father, Lord, we thank you for the privilege and the opportunity to be in your presence this evening, God. Lord, we thank you for our church and for all of the people that are gathered here today, God. Lord, we pray for all those who are traveling today, God, and those who are not here today, God. We pray for their safety and for their protection. God, we ask that your angels would surround them and keep them safe wherever they are in their travels and in their residences. God, we pray for this city, Father God, and pray, Father God, for your protection over Houston during this winter storm. God, we ask that you would be favorable, Father, to us and have mercy upon this land, Father. Lord, you are God in heaven, Father, and we are your children. Father, we thank you for your protection over us and over our congregants and over our church. God, we thank you that you are the one who is able to protect us and watch over us and supply for us, Father God. We pray for mercy, Father God, with this storm upon this city in the name of Jesus Christ. God, we pray for those who are sick in our church, Father, especially Brother Tom's mother and Sister Sina's family members. Father God, we pray for their safety and their health and their strength, and for all the family members involved, Father God. We pray for all those in our church, Father, who are sick, who need a healing touch from you, Almighty God. Lord, we ask that you would move upon their physical needs in the name of Jesus Christ, God. Father, we ask that you would have mercy upon their physical bodies, Father. They would experience your spiritual touch. God, we thank you that we're here tonight, Father, to worship you and praise you, to pray unto you, to seek your face. God, we pray that you would meet all of our needs, Lord, according to your spiritual riches, according to your abundance and mercy, Father. Lord, we're in your presence, God, and we need your touch and blessings over each and every one of our needs, over each and every one of our lives, Father. Whatever we came here today with, Father, whatever burdens, whatever fears, doubts, anxieties, and worries, we place them all at your feet today, Father God. Lord, we pray that we would have a release in the name of Jesus Christ. God, that the peace of God that passes all understanding would guard our hearts and minds in Christ Jesus. God, we pray that over our lives. We receive that into our lives, God. We thank you that you are the God who is able to do great and mighty things in our lives, God.
Only you are able to change and transform situations in our life, Father God. And so we entrust our needs before your mighty presence, Almighty God. We thank you, Lord, for that. God, we pray that you would draw us close to you today. God, we pray that you would bring our hearts close to you this evening, Father. God, we pray that you would open our hearts and our minds, Father God, to be closer to you, closer to your word, closer to your spirit. God, we pray that you would move in our midst, Father God, and bless our time. In Jesus' name we pray. Amen. 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 Let's all stand up in the house of the Lord tonight. Who's excited to praise our King tonight? Oh, that wasn't good enough. Our Lord is waiting. Who is excited to praise our King tonight? Amen. Let's sing of his character, of his majesty, of his wonder. God, we're here for you. God, we praise you. Amen. Let's worship him together. Let's put our hands together tonight. Wonderful, so wonderful is your unfailing love. Your cross is spoken mercy over me. We believe this. No eye has seen, no ear has heard, no heart could fully know how glorious, how beautiful you are. Beautiful one I love, beautiful one I adore, beautiful one my soul must see. We say, so powerful, so powerful, so fills the skies. Your mighty works displayed for all to see. The beauty of your majesty awaits my heart to see. How marvelous, how wonderful you are. The beautiful one I love, beautiful one I adore, beautiful one my soul must see. We say, beautiful one I love, beautiful one I adore, beautiful one my soul must see. Sing beautiful one I love, beautiful one I adore, beautiful one my soul must see. I sing to the King, I sing to the King. My soul must sing. Beautiful one, we sing. My soul, sing. My soul must sing. My soul must sing. My soul must sing. Beautiful one, we believe. Open my eyes to your wonders. You captured my heart with this love. 'Cause nothing on earth is as beautiful as you. Who believes that tonight? We say, you opened my eyes to your wonders and you captured my heart with this love. 'Cause nothing on earth is as beautiful as you. Oh, you opened my eyes to your wonders and you captured my heart with this love. 'Cause nothing on earth is as beautiful as you. Beautiful one I love, beautiful one I adore, beautiful one
beautiful. Jesus, we thank you. Jesus, we thank you. We thank you that we get to look and see your face, God. You're beautiful. We could call you name after name, God, and your name is worthy of it all. Is worthy of it all. He's worthy of it all, God. You're worthy. You're worthy. Jesus. You're worthy. You're worthy. Jesus. You're worthy of it all. Sing Elohim, you're the great I am, and He lives in me. El Shaddai, you are Prince of Peace. Emmanuel, He is here with me. We say, your name is great and greatly to be praised. Your name is great and greatly to be praised. Adonai, Elohim, you're the great I am, and He lives in me. El Shaddai, El Shaddai, you are Prince of Peace. Emmanuel is here with me. We sing your name. Your name is great and greatly to be praised. Your name is great and greatly to be praised. Your name is great and greatly to be praised. Your name is great and greatly to be praised. Your name is great and greatly to be praised. Your name is great and greatly to be praised. We praise you, King of Kings and Lord of Lords. We praise you, God. You're worthy.
so worthy, so worthy, so holy, so worthy, so holy. We see your face, we see your face. Hallelujah, for the Lord God Almighty reigns. How many of you believe that tonight, that our King reigns? Hallelujah, hallelujah, for the Lord God Almighty reigns. We sing to you, hallelujah. You know it. Holy, holy, are you, Lord God Almighty? Worthy is the Lamb, worthy is the Lamb, for you are holy, holy, are you, Lord God Almighty? Worthy is the Lamb, worthy is the Lamb. Amen. Jesus, we praise you. We sing hallelujah, hallelujah, for the Lord God Almighty reigns. He's holy, He's worthy. Hallelujah, and hallelujah, for the Lord God Almighty reigns. He reigns, seated on the throne. Hallelujah, holy, holy, are you, Lord God Almighty? Worthy is the Lamb, worthy is the Lamb. You are holy, you're holy. Are you, Lord God Almighty? Worthy is the Lamb, worthy is the Lamb. Say, worthy is the Lamb, worthy is the Lamb. You are holy, you're holy, you're holy, you're worthy of it all, you're worthy of it all. Hallelujah. Every voice in this room. Hallelujah, for the Lord God Almighty reigns. Jesus, we sing hallelujah, hallelujah, sing holy, holy, are you, Lord God
Yes, God, we come before your presence tonight. We come, we're at your feet, God. You're holy, and one day we will be rejoicing in heaven with you, God. You're so holy, so matchless, so mighty is your name, God. We praise you, God. Jesus. We praise you, King of Kings and Lord of Lords, God. We come to you tonight with open hearts and open minds. God, may we leave here knowing more of you, wanting more of you. Set a fire in each and every one of our hearts, God. We love you, and it's in your name we pray. Amen. Hallelujah. Shall we turn to First Thessalonians chapter 5 verses 1 to 11. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യം. We had an introductory talk on the coming of the Lord. യേശു കർത്താവിന്റെ മടങ്ങി വരവിനെ പറ്റി ഒരു പ്രാരംഭ പ്രസംഗം നമ്മൾ കേട്ടു. I have talked several times on the coming of the Lord. ഒരുപാട് തവണ യേശു കർത്താവിന്റെ മടങ്ങി വരവിനെ പറ്റി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. And once in a while I want to talk again on the coming of the Lord. ഇടയ്ക്കിടയ്ക്ക് യേശു കർത്താവിന്റെ വരവിനെ പറ്റി പ്രസംഗിക്കുവാൻ എനിക്ക് സന്തോഷമാണ്. And it is because that is one of the fundamentals or the foundations of our faith. അത് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഒന്നാണ്. Yeah, so Jesus will come. യേശു കർത്താവ് മടങ്ങി വരും. He will come in person. യേശു കർത്താവ് ഒരു വ്യക്തിയായി കടന്നു വരും. And the body that I have today will be transformed into a spiritual body. എനിക്ക് ഇന്നുള്ള ഈ ശരീരം ഒരു ആത്മീക ശരീരമായി രൂപാന്തരപ്പെടും. And the same thing happened to every children of God. ഓരോ ദൈവവൈതന്റെയും ജീവിതത്തിൽ അത് സംഭവിക്കും. It will happen. അത് സംഭവിക്കും. There is no change. അതിനൊരു മാറ്റവുമില്ല. I don't need any science or any other evidence for that. എനിക്കതിന് ശാസ്ത്രമോ തെളിവുകളോ ആവശ്യമില്ല. It is the word of the Lord of God Almighty. അത് സർവശക്തനായ ദൈവത്തിന്റെ വചനമാണ്. And therefore the church must be ready for that coming. അതുകൊണ്ട് സഭ ആ സമയത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കണം. Everyone must be ready for that. നമ്മിൽ ഓരോരുത്തരും അതിനു വേണ്ടി തയ്യാറെടുക്കണം. We must confirm. നാം ഉറപ്പിക്കണം. Church, you must confirm. സഭയെ നിങ്ങൾ ഉറപ്പിക്കണം. Confirm what? എന്താണ് ഉറക്കേണ്ടത്? That you will be caught up. നിങ്ങൾ പറക്കുമെന്ന്. You have to confirm it in your life. അത് നമ്മുടെ ജീവിതത്തിൽ നാം ഉറപ്പുവരുത്തണം. I have that confirmation. എനിക്ക് ആ ഉറപ്പുണ്ട്. 24 hours a day. 24 മണിക്കൂറും എനിക്ക് ആ ബോധ്യമുണ്ട്. And that is one of the
a major source of strength in my life. എൻ്റെ ജീവിതത്തിലെ ബലത്തിന്റെ ഏറ്റവും പ്രധാന സ്രോതസ്സ് അതാണ്. That is one of the major source of faith in my life. എൻ്റെ ജീവിതത്തിലെ വിശ്വാസത്തിന്റെ ഏറ്റവും ഉറപ്പുള്ള കാര്യങ്ങളിൽ ഒന്നാണത്. And therefore, unless you have it, you are not yet a Christian. നിങ്ങൾക്കതില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ഒരു ശരിയായ ക്രിസ്ത്യാനിയായി തീർന്നിട്ടില്ല. See, Apostle Paul was there in the church in Thessalonica only for a few weeks. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക സഭയിൽ ചുരുക്കം ചില ആഴ്ചകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. He couldn't be there for a longer time to teach the church. നീണ്ടകാലമൊന്നും ആ സഭയെ പഠിപ്പിക്കുവാൻ അവിടെ തുടരുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. So within the short time, he taught them the coming of the Lord and the transformation of their body. തനിക്ക് അവിടെ ലഭിച്ച ചുരുങ്ങിയ സമയം കൊണ്ട് കർത്താവിന്റെ മടങ്ങിവരവിനെ പറ്റിയും അവരുടെ ശരീരങ്ങൾക്കുണ്ടാകുന്ന രൂപാന്തരത്തെ പറ്റിയും താൻ അവരെ പഠിപ്പിച്ചു. And on the basis of that, chapter 5 is a warning to the church. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ 5-ാം അധ്യായം അവർക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. It is not only to the church in Thessalonica. Anyone who is not yet ready for the coming of the Lord, take it as a warning. ഇത് തെസ്സലോനിക്ക സഭയ്ക്ക് മാത്രമുള്ള മുന്നറിയിപ്പല്ല. കർത്താവിന്റെ മടങ്ങിവരവിന് വേണ്ടി ശരിയായി ഒരുങ്ങിയിട്ടില്ലാത്ത ഏത് വ്യക്തി ഉണ്ടെങ്കിലും അവർ ഇതൊരു മുന്നറിയിപ്പായി എടുക്കണം. This is a warning from the Creator, from the Maker of ourselves. ഇത് സൃഷ്ടിതാവിൽ നിന്ന് നിർമ്മാതാവിൽ നിന്ന് നമുക്കുള്ള ഒരു മുന്നറിയിപ്പ്. And therefore we cannot ignore it. അത് നമുക്ക് അവഗണിക്കുവാൻ കഴിയുകയില്ല. But unfortunately we all know that there are so many who ignore it. നിർഭാഗ്യവശാൽ ഒരുപാട് ആളുകൾ ഇത് അവഗണിക്കുന്നവരുണ്ട്. See, I do not have time to preach on this text. ഈ കാര്യങ്ങൾ മുഴുവൻ വിശദമായി പ്രസംഗിക്കുവാനുള്ള സമയം ഇന്ന് But എനിക്കില്ല. it's a unit, and that's why I have read the long portion. ഇത് ഒരുമിച്ചുള്ള ഒരു വാക്യഭാഗമായതുകൊണ്ടാണ് ആ നീണ്ട വാക്യങ്ങൾ ഞാൻ വായിച്ചത്. Paul says times, seasons. പൗലോസ് പറയുന്നു കാലങ്ങൾ, സമയങ്ങൾ. You know the two Greek words. അതിനുള്ള 2 ഗ്രീക്ക് വാക്കുകൾ നിങ്ങൾക്കറിയാം. What are they? എന്താണവ? Do you remember that? നിങ്ങളത് ഓർക്കുന്നുണ്ടോ? Chronos. Yeah. Kairos. ക്രോണോസും കൈറോസും. Chronos, times. ക്രോണോസ് സമയം, Seasons, Kairos. കൈറോസ് സീസണൽ. Yeah, Chronos is the calendar events. ക്രോണോസ് എന്ന് പറയുന്നത് കലണ്ടർ സംഭവങ്ങളാണ്. And Kairos is the opportunities that come in the calendar events. കൈറോസ് എന്ന് പറയുന്നത് നമുക്ക് മുൻപിൽ ലഭിക്കുന്ന അവസരങ്ങളാണ്. There are so many things that happen in the life of every one of us. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന അനവധിയായ കാര്യങ്ങളുണ്ട്. They are events in the chronos. അതെല്ലാം സമയങ്ങളിലുള്ള കാര്യങ്ങളാണ്. But there is a purpose for the events in our life. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യത്തിനും പിന്നിൽ ചില കാരണങ്ങളുണ്ട്. There is a divine guidance that coordinates every event in your life and my life. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളെയും ക്രമീകരിക്കുന്ന ദൈവികമായ പദ്ധതിയുണ്ട്. And when we move according to the chronological events, there are opportune times that come in life. സമയബന്ധിതമായ കാര്യങ്ങളിൽ നാം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ചില അവസരങ്ങളുണ്ട്. Make use of them. അതിന് പൂർണ്ണമായും ഉപയോഗിക്കുക. But concerning the coming of the Lord, പക്ഷേ യേശു കർത്താവിന്റെ മടങ്ങിവരവ് സംബന്ധിച്ച് there is no chronos. ആ കാര്യത്തിന് സമയ പരിധിയില്ല. That is why we never talk about a time. അതുകൊണ്ടാണ് നാം ഒരിക്കലും കർത്താവ് വരുന്നതിന് ഒരു നിശ്ചിത സമയം പറയാത്തത്. This passage is very clear about the two phases of the coming of the Lord. ഈ വാക്യഭാഗങ്ങളിൽ കർത്താവിന്റെ മടങ്ങിവരവിന്റെ 2 തലങ്ങളെ പറ്റി പറയുന്നുണ്ട്. Yeah, so that is the rapture, ഒന്ന് ഉൽപ്രാപണം, and the second is the coming with the saints. രണ്ടാമത്തേത് വിശുദ്ധന്മാരോടൊപ്പമുള്ള മടങ്ങിവരവ്. Yeah, you can see all through the Bible that two phases of the second coming is given. വേദപുസ്തകത്തിൽ എല്ലായിടത്തും നമുക്ക് കർത്താവിന്റെ മടങ്ങിവരവിന്റെ ആ 2 തലങ്ങൾ കാണാം. Yeah, rapture, the first one is a secret coming. ഉൽപ്രാപണം ആദ്യത്തേത് ഒരു രഹസ്യവരവാണ്. The world doesn't know about it. ലോകം അതിനെപ്പറ്റി അറിയുന്നില്ല. There is no sign for it. അതിന് പ്രത്യേകിച്ച് ചിഹ്നങ്ങളൊന്നുമില്ല. Bible negates any sign for the rapture. ആ ഉൽപ്രാപണത്തിന് ഉള്ള ലക്ഷണങ്ങളെല്ലാം വേദപുസ്തകം പറയുന്നതേയില്ല. The signs that we see in Matthew 24:15 to
25, they are all for the second phase of the second coming. മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 15 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന ചിഹ്നങ്ങൾ, അടയാളങ്ങളൊക്കെ കർത്താവിന്റെ മടങ്ങിവരവിന്റെ രണ്ടാം തലത്തിനുള്ളതാണ്. And so therefore there are events that say, because Christ is coming with all the saints, and everyone will recognize him. യേശു കർത്താവ് മുഴുവൻ വിശുദ്ധന്മാരുമായി മടങ്ങി വരുമ്പോൾ എല്ലാവരും അവിടുത്തെ തിരിച്ചറിയും. And then we have the 1,000 years reign on this earth. അപ്പോൾ ഇവിടെ ഈ ഭൂമിയിൽ 1000 ആണ്ട് വാഴ്ചയുണ്ട്. That is why we have so many signs for the second phase of the second coming. അതുകൊണ്ടാണ് ആ രണ്ടാം വരവിന്റെ രണ്ടാം തലത്തിന് ഒരുപാട് അടയാളങ്ങളുള്ളത്. But there is no opportunity to make use of from the signs that you see for the second phase of second coming. ആ രണ്ടാം വരവിന്റെ രണ്ടാം തലത്തിൽ ഉണ്ടാകുന്ന അടയാളങ്ങൾ കണ്ടിട്ട് എന്തെങ്കിലും മാറ്റം വരുത്താമെന്ന്, ഒരു അവസരമാക്കി എടുക്കാമെന്ന് അങ്ങനെ ഒരു സാധ്യതയില്ല. That is why there are signs. അതുകൊണ്ടാണ് ആ സമയത്ത് But for അടയാളങ്ങൾ. the rapture there are no signs. പക്ഷെ ഉൽപ്രാപണത്തിന് അടയാളങ്ങളില്ല. It is a time that usually people do not expect. അത് സാധാരണ ആളുകൾ പ്രതീക്ഷിക്കാത്ത ഒരു സമയമാണ്. See, last week a friend told me that he will come to my house at 3:30 p.m. കഴിഞ്ഞ ആഴ്ച എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു വൈകുന്നേരം 3:30 എൻ്റെ വീട്ടിൽ അദ്ദേഹം വരുമെന്ന്. Oh, I waited and I saw by 4 o'clock nobody came. I thought he might have forgotten. ഞാൻ അദ്ദേഹത്തെ കാത്തിരുന്നു. 4 മണി വരെ വരാഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അദ്ദേഹം മറന്നുപോയി കാണുമെന്ന്. By 4:30 again he gave a call. 4:30 ആയപ്പോൾ അദ്ദേഹം എന്നെ ഫോൺ ചെയ്തു. I am about to step out from house. അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ തുടങ്ങുകയാണ്. So you may not love such people. നിങ്ങൾ ഒരു പക്ഷേ അങ്ങനെയുള്ള ആളുകളെ ഇഷ്ടപ്പെടുകയില്ല. Yeah, your pastor is not such a pastor. നിങ്ങളുടെ പാസ്റ്റർ അങ്ങനെയുള്ള ഒരു പാസ്റ്റർ അല്ല. If I say 4:30, I'll be there around 4:30. 4:30 വരുമെന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ ഏകദേശം 4:30 തന്നെ അവിടെ എത്തും. But Jesus told you, യേശു കർത്താവ് പറഞ്ഞു I am going to come. ഞാൻ മടങ്ങി വരും. And that is the greatest event of history. ചരിത്രത്തിലെ ഏറ്റവും വലിയ കാര്യമാണത്. And that will be the greatest event in my life and your life as എന്റെയും well. നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ സംഭവവും കർത്താവിന്റെ മടങ്ങിവരവായിരിക്കും. But I will not tell you what time. പക്ഷേ ഏത് സമയത്താണ് അത് സംഭവിക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറയുകയില്ല. So the greatest event will take place. ലോകത്തിലെ ഏറ്റവും വലിയ സംഭവം സംഭവിക്കും. The greatest event in our personal life will happen. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവം സംഭവിക്കും. But the time will not be given to anyone. പക്ഷേ ഒരാൾക്കും ആ സമയം കർത്താവ് നൽകുകയില്ല. But he wants everyone to be ready for that time. പക്ഷേ നമ്മിൽ ഓരോരുത്തരും ആ സമയത്തിന് വേണ്ടി ഒരുക്കത്തോടെ ആയിരിക്കണമെന്ന് അവിടുത്തേക്ക് ആഗ്രഹമുണ്ട്. Will you be happy with that? നിങ്ങൾക്ക് അതിൽ സന്തോഷമുണ്ടോ? He will not give the time. കർത്താവ് ഒരിക്കലും സമയം പറയുകയില്ല. But you must be ready for that time. പക്ഷേ ആ സമയത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കണം. Time will not be given. സമയം നൽകുകയില്ല. If it is anybody else in the world, you will reject that person. മറ്റാരെങ്കിലുമാണ് ഈ ലോകത്തിലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ അവഗണിക്കും. But concerning Jesus, we cannot. പക്ഷേ യേശു കർത്താവിനെ സംബന്ധിച്ച് അങ്ങനെ ചെയ്യുവാൻ So that is കഴിയില്ല. why we have twice Jesus said, I will come as a thief. അതുകൊണ്ടാണ് 2 തവണ കർത്താവ് പറഞ്ഞത് ഞാനൊരു കള്ളനെ പോലെ വരും. And Apostle Peter said that again. പത്രോസ് വീണ്ടും അത് പറഞ്ഞു. And Paul said that. പൗലോസ് വീണ്ടും അത് So പറഞ്ഞു. they all said the same thing. അവരെല്ലാം ഇതേ കാര്യം ആവർത്തിച്ചു. Coming as a thief. ഞാനൊരു കള്ളനെ പോലെ വരുമെന്ന്. Are you ready for a thief tonight? നിങ്ങൾ ഇന്ന് രാത്രി ഒരു കള്ളനെ കാത്തിരിക്കുന്നുണ്ടോ? No, I'm seriously asking, are you ready for a thief tonight? ഞാൻ ഗൗരവമായാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. നിങ്ങൾ ഒരു കള്ളനെ പ്രതീക്ഷിക്കുന്നുണ്ടോ? I think yes. Everyone in this church expect a thief during the night. നാം സഭയിലുള്ള ഓരോരുത്തരും രാത്രിയിൽ ഒരു കള്ളനെ പ്രതീക്ഷിക്കുന്നുണ്ട്. Why? എന്തുകൊണ്ട്? What's the evidence? എന്താണ് തെളിവ്? You have all the settings in your house. നിങ്ങളുടെ വീട്ടിൽ അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉണ്ട്. If any thief come at any time, it will be alerted to you. ഏതെങ്കിലും ഒരു സമയത്ത് ഒരു കള്ളൻ വന്നാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയിപ്പ് കിട്ടും. So you are all ready for a thief. നിങ്ങളെല്ലാം ഒരു കള്ളനെ പ്രതീക്ഷിക്കുന്നുണ്ട്. But are you ready for Jesus coming? പക്ഷേ യേശു കർത്താവ് കള്ളനെ പോലെ വരുന്നതിന് നിങ്ങൾ തയ്യാറാണോ? Have you set things ready for that? നിങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങൾ അതിനു വേണ്ടി നിങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ടോ? Yeah.
We are all talking about God has given us one more year. യേശു കർത്താവ് നമുക്ക് ഒരു കൊല്ലം കൂടി തന്നു എന്ന് നമ്മൾ പറയാം. One more year for what? എന്തിനു വേണ്ടിയാണ് ഈ ഒരു കൊല്ലം? It is to get ready. അത് തയ്യാറാകുവാനാണ്. We have a calling to complete our sanctification process. നമ്മുടെ ശുദ്ധീകരണം പൂർത്തിയാക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. So 2026 is given to you and me in order to complete it. 2026 എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്നത് അത് പൂർത്തിയാക്കുവാനാണ്. See, this world will say peace and safety. ഈ ലോകം പറയും സമാധാനവും സുരക്ഷിതത്വവുമെന്ന്. But that will be like the labor pains that come upon a pregnant woman. പക്ഷേ അത് ഗർഭിണിയുടെ പേറ്റുനോവിന്റെ ആരംഭം പോലെയാണ്. See, ഞാനൊരു വല്യപ്പനാണ്. ഐ എം എ ഗ്രാൻഡ് ഫാദർ. സോ ഞങ്ങളുടെ മരുമോൾക്ക് കുഞ്ഞുണ്ടാകുന്ന സമയത്ത് ഞങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. When my daughter-in-law was about to give birth, we all were there. വേദന തുടങ്ങി പിന്നെ ഒരു 10-12 മണിക്കൂറോട് കഴിഞ്ഞാണ് പ്രസവിച്ചത്. The pain started and it existed for almost 12 years and then only it happened. വേദന തുടങ്ങിയപ്പോൾ ഞങ്ങൾ ആരും ചെന്ന് പറഞ്ഞില്ല, കുഴപ്പമില്ല ചുമ്മാ അവിടെ ഇരുന്നു പറഞ്ഞില്ല. None of us went there and told it's okay, no problem, just be calm. No, we are all serious. ഞങ്ങളെല്ലാം വളരെ ഗൗരവത്തോടാണ് ആയിരുന്നത്. There is an event that is taking place. ഒരു സംഭവം അവിടെ നടക്കുകയാണ്. And we are all eagerly waiting for that. ഞങ്ങളെല്ലാം പ്രതീക്ഷയോടെ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. Taking her to hospital. ആ മകളെ ഞങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയി. And we were waiting there. ഞങ്ങൾ അവിടെ കാത്തിരിക്കുകയാണ്. So whole night we are waiting. മുഴു രാത്രിയും ഞങ്ങൾ കാത്തിരിക്കുകയാണ്. So and the event came only in the morning. ആ സംഭവം സംഭവിച്ചത് രാവിലെയാണ്. So people say sure, safety, nothing to worry about. ആളുകൾ പറയും സമാധാനം സുരക്ഷിതത്വം ഒന്നും ഭയപ്പെടാനില്ല. Yeah, ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാം അങ്ങനെ പറയാറുണ്ടല്ലോ. How are you doing? We all say like that, right? എന്തുണ്ട് വിശേഷങ്ങൾ? പോകുമ്പോൾ എല്ലാം കഴിയുമ്പോൾ പറയും take care. After everything we will say. ഞാനിത് കേരളത്തിൽ കേട്ടിട്ടില്ലായിരുന്നു. I have never heard that in Kerala. ഞാനിവിടെ ആദ്യമായിട്ട് ടൊറന്റോയിൽ ഒരു ചർച്ച് വന്ന് ഇങ്ങനെ പോയ ഒരു ദിവസം നടക്കാനിറങ്ങിയപ്പോൾ ആ ചർച്ചയിൽ നിന്ന് വിട്ടുപോയ ആ ചർച്ചയിൽ നിന്ന് പിളർത്തിക്കൊണ്ട് പോയ സഭയിലെ നേതാവായിരിക്കുന്ന മനുഷ്യൻ എന്നോട് പറഞ്ഞു take care. When I came to Toronto and while I was walking, a person who split that church and took away some people came near me and said take care. ഞാൻ വിചാരിച്ചു നോക്കിക്കോളാൻ. I felt like okay, good. സൂക്ഷിച്ചോ എന്നുള്ളൊരു വാണിംഗ് ആണെന്നാണ് That's a warning to be careful for me. But Jesus is giving us a warning. യേശു കർത്താവ് നമുക്കൊരു മുന്നറിയിപ്പ് തരികയാണ്. We must take it very seriously. നാം അത് വളരെ ഗൗരവമായി സ്വീകരിക്കണം. We must not be lazy in spirituality. നാം നമ്മുടെ ആത്മീയതയിൽ അലസരായിരിക്കരുത്. One thing that Bible speaks quite often is spiritual alertness. വേദപുസ്തകം എപ്പോഴും നമ്മോട് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് ആത്മീയമായ ആ തയ്യാറെടുപ്പ്. So many verses in the Bible talk about it. ഒരുപാട് വാക്യങ്ങൾ വേദപുസ്തകത്തിൽ ഇത് പറയുന്നുണ്ട്. If you want to be raptured at the coming of the Lord, you will be a person with spiritual alert. യേശു കർത്താവിന്റെ മടങ്ങി വരവിൽ നിങ്ങൾ എടുക്കപ്പെടുന്ന ഒരു വ്യക്തിയാകണമെങ്കിൽ നിങ്ങൾ ആത്മീയമായി അതിന് തയ്യാറെടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാവണം. Alert. There is physical alert, there is mental alert, there is spiritual alert. ഭൗതികമായി മാനസികമായി ആത്മീകമായി അതിനു വേണ്ട തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തുന്നു. അലേർട്ടിന് എന്തോ പറയുന്നേ? ഉണർന്നിരിക്കുക. ഉണർന്നിരിക്കുക, കാവലിരിക്കുക, വാച്ച്ഫുൾ, രണ്ട് വാക്ക്. സോ ഫിസിക്കൽ അലേർട്ട്. ഭൗതികമായ ജാഗ്രത. What does it mean? എന്താണ് അതിന്റെ അർത്ഥം? You must be aware of what is happening in your surroundings. ചുറ്റുപാടും എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ പറ്റി നമ്മൾ ബോധമുള്ളവരായിരിക്കണം. You must be a person who will be planning ahead of everything that happen. നമ്മുടെ ചുറ്റും സംഭവിക്കുന്ന എല്ലാത്തിനും വേണ്ടി മുൻകൂറായി തയ്യാറെടുക്കുന്നവരായിരിക്കണം. Such people are physically alert. അങ്ങനെയുള്ളവരാണ് ഭൗതികമായി ജാഗ്രതയുള്ളവർ. What is mental alert? എന്താണ് മാനസികമായ ഒരുക്കം? When somebody is speaking something, ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ we must be alert. നാം അതിനെപ്പറ്റി ജാഗ്രതയുള്ളവരാകണം. മലയാളികൾക്ക് അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. Malayalis generally have the ability to understand this. വായിൽ ഒരു വാക്ക് വരുന്നതിന് മുമ്പേ ഇതിന്റെ ലക്ഷ്യം എവിടാണെന്ന് നമ്മൾ കണ്ടുപിടിക്കും. Even before somebody say a word, we know where it's headed to. So we must do that. നാം അങ്ങനെ ആയിരിക്കണം. ചില മനുഷ്യരുണ്ട്, അവരെ കളിയാക്കുവാന്ന് അറിയത്തില്ല, സീരിയസ് ആണെങ്കിൽ സീരിയസ് ആണെന്നും അറിയത്തില്ല. ഇതൊന്നും മനസ്സിലാക്കാത്ത ആളുകളുണ്ട്. There are some people who cannot understand jokes and they don't understand whether you are serious about it. Their mind is not alert. അവർ മാനസികമായി ഒരുക്കത്തോടെയുള്ളവരല്ല, ജാഗ്രതയുള്ളവരല്ല. In the same manner, spiritual alert. ആത്മീയമായി അതുപോലെ
What is that spiritual alert? എന്താണ് ആ ആത്മീക ജാഗ്രത? What is happening in my surroundings in the spiritual world? ആത്മീക ലോകത്തിൽ എനിക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നത്? What is happening in the spiritual centers of this world? ഈ ലോകത്തിന്റെ ആത്മീക കേന്ദ്രങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്? What is happening to the spiritual leaders of this world? ലോകത്തുള്ള ആത്മീക നേതാക്കൾക്ക് എന്താണ് സംഭവിക്കുന്നത്? And what is my reaction to the things that happen all around me? എന്റെ ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളോടുള്ള എന്റെ പ്രതികരണം എന്താണ്? What does the Bible speak about the reaction in such a context? അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി വേദപുസ്തകം എന്താണ് പറയുന്നത്? I must be listening to the alert that the word of the Lord gives me. ദൈവത്തിന്റെ വചനം എനിക്ക് നൽകുന്ന മുന്നറിയിപ്പുകളെ ഞാൻ ശ്രദ്ധാപൂർവം വീക്ഷിക്കണം. Hallelujah. Only such people are spiritually alert. അങ്ങനെയുള്ള വ്യക്തികൾ മാത്രമേ ആത്മീക ജാഗ്രതയുള്ളവരുള്ളൂ. Only the spiritually alert will understand rapture. ആത്മീകമായി ഉണർന്നിരിക്കുന്നവർ മാത്രമേ ഉൽപ്രാപണം മനസ്സിലാക്കൂ. The rest will not. അല്ലാത്തവരൊന്നും അറിയുകയില്ല. They may be so-called leaders. അവര് ഒരുപക്ഷെ നേതാക്കന്മാരെന്ന് വിളിക്കപ്പെടുന്നവരായിരിക്കും. They may be on the top of some places. അവരൊരുപക്ഷെ ചില സ്ഥലങ്ങളിൽ ഉയർന്ന നിലയിൽ വിരാജിക്കുന്നവരായിരിക്കും. But they have spiritual complacence. പക്ഷേ അവരുടെ ആത്മീക അലസത, They are lukewarm. അവർ ശീതോഷ്ണവാന്മാരാണ്. And therefore they do not understand what is happening. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അവർ അറിയുന്നില്ല. A spiritually alert person will be listening to every event all around. ആത്മീക ജാഗ്രതയുള്ള ഒരു വ്യക്തി ചുറ്റും സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കും. ഞാൻ ഒരിക്കലും കുമ്പനാട് കൺവെൻഷൻ അമേരിക്കയിൽ വന്നിട്ട് പോയിട്ടില്ല. I have never been to Kumbanad convention after reaching US. പക്ഷേ കുമ്പനാട്ടെ എല്ലാ കൺവെൻഷനും എന്താണ് അവിടെ നടക്കുന്നതെന്ന് ഞാൻ നോക്കും. But for every convention that's happening there, I'll carefully observe what's happening there. അത് നല്ലതാണേലും മോശമാണേലും എന്നെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കും. Whether it's good or bad, that prepare me for the second coming of our Lord. ചില മനുഷ്യരുടെ അങ്ങനെയല്ല, നല്ലതാണ് അവരെ ഒന്ന് പുഷ് ചെയ്യും, മോശമാണ് അവരെ പുറകോട്ട് വലിക്കുകയും ചെയ്യും. It's not like that for everyone. For some people, if it's good, they will push them forward. If it's not good, then that will pull them back. നമ്മുടെ ചർച്ചിലും അങ്ങനെയുള്ളവരുണ്ട്. There are some people in our church like that. നല്ലത് എവിടെങ്കിലും എന്തെങ്കിലും നടന്നാൽ അവർക്കൊരു പുഷ് ഉണ്ടാവും, മോശം എവിടെയെങ്കിലും നടന്നാൽ അവരുടെ ആത്മീയത്തിന് പുറകോട്ട് വലിച്ചു. If they see something good, that will give them a push, and if they see something bad, that will pull them back. That is not spiritual alert. അത് ആത്മീകമായ ജാഗ്രതയാണ്. Whatever happens, എന്ത് it സംഭവിച്ചാലും, may be something good, നല്ലതായാലും, it may be against the word of God, അത് വചനത്തിന് എതിരായുള്ളതായാലും, everything must push you forward. എല്ലാം നിങ്ങളെ മുൻപോട്ട് തള്ളണം. Have you understood that? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? Everything must pull you forward. ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നിങ്ങളെ മുന്നോട്ട് നയിക്കണം. That is the sermon on the Olivet. അതാണ് ഒലിവുമലയിലെ പ്രസംഗം. Jesus explained that. യേശു കർത്താവ് വിശദീകരിച്ചു Everything that happened. ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം. That is why he said, when the Son of Man comes, he may not find faith on this earth. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? So be prepared for that. അതുകൊണ്ട് അതിന് തയ്യാറെടുക്കുക. See, I remember long years ago. ഞാൻ ഒരുപാട് നാളുകൾക്ക് മുൻപുള്ള ഒരു സംഭവം ഓർക്കുന്നു. Yeah, when I was serving a church in Bangalore. ഞാൻ ബാംഗ്ലൂരിലുള്ള ഒരു സഭയിൽ ശുശ്രൂഷിക്കുമ്പോൾ And they gave me a farewell at the end. അവരെ എനിക്ക് അവസാനം ഒരു വിടവാങ്ങൽ ചടങ്ങ് നൽകി. And one person came forward and said, ഒരു വ്യക്തി മുൻപോട്ട് കടന്നു വന്ന് ഇപ്രകാരം പറഞ്ഞു, Pastor, we hear so many things about so many people after going from here. പാസ്റ്റർ, ഇവിടുന്ന് പോയതിനു ശേഷം പലരെ പറ്റിയും പല കാര്യങ്ങളും ഞങ്ങൾ കേൾക്കാറുണ്ട്. But I do not want to hear anything about you. പക്ഷേ പാസ്റ്റർ, താങ്കളെ പറ്റി അങ്ങനെ ഒന്നും കേൾക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. Yeah, it touched me. അതെന്നെ ശരിക്കും സ്പർശിച്ചു. A concern of an ordinary believer. ഒരു സാധാരണ വിശ്വാസിയുടെ ആശങ്ക. Nothing evil must happen to this pastor. ഈ പാസ്റ്ററിനെ പറ്റി മോശമായി ഒന്നും കേൾക്കരുത്. Praise the Lord. Praise the Lord. Children of God, take it very seriously. ദൈവമക്കളെ, ഇത് ഗൗരവമായി എടുക്കണം. If you are spiritually alert, നിങ്ങൾ ആത്മീക ജാഗ്രതയുള്ള വ്യക്തിയാണെങ്കിൽ there may be positive things happening. ഒരുപക്ഷെ പുരോഗമനാത്മകരമായ കാര്യങ്ങൾ സംഭവിക്കാം. There will be negative things happening. നിഷേധാത്മകരമായ കാര്യങ്ങൾ It സംഭവിക്കാം. must happen as long as humanity is there on earth. മനുഷ്യർ ഭൂമിയിൽ ഉള്ളിടത്തോളം ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും. But everything must push you forward in your Christian പക്ഷേ life. ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ നിങ്ങളെ മുന്നോട്ട് തള്ളിവിടണം. Take everything, interpret everything
as a push forward. എല്ലാ കാര്യങ്ങളെയും നാം വിശകലനം ചെയ്യുന്നത് മുൻപോട്ട് നീങ്ങുവാനുള്ള ഒരു സ്പർശനമായാവണം. If something happened to my brother is negative, എന്റെ സഹോദരന് സംഭവിക്കുന്നത് ഒരു നല്ലതല്ലാത്ത കാര്യമാണെങ്കിൽ then I must take it seriously. It should not happen in my life anytime. ഞാനത് ഗൗരവമായി എടുക്കണം. ഒരിക്കലും എന്റെ ജീവിതത്തിൽ അപ്രകാരം സംഭവിക്കാതിരിക്കാൻ. That is how it becomes a push in your spirituality. അങ്ങനെയാണ് അത് എന്റെ ആത്മീയ ജീവിതത്തിൽ മുന്നോട്ടുള്ള ഒരു ചലനമാകുന്നത്. അതോ പലരും ജോസ് പാസ്റ്റർക്ക് സംഭവിച്ചോ, എന്നാ പിന്നെ എനിക്ക് സംഭവിച്ചാൽ എന്നാ കുഴപ്പം? Or will you think that because that happened to a great person like Joe's pastor, then what should I do? No. Everything must push you forward. എല്ലാം നിങ്ങളെ മുൻപോട്ട് നയിക്കണം. Be ready for that day. അതിനുവേണ്ടി തയ്യാറെടുക്കണം. And you must confirm it in your life. അത് നമ്മുടെ ജീവിതത്തിൽ നാം ഉറപ്പുവരുത്തണം. ഹല്ലേലൂയ. നമുക്ക് പാട്ട് പാടി കർത്താവിനെ സ്തുതിക്കാം. നമ്മൾ പ്രത്യാശയുടെ ഒരു പാട്ടിന്റെ ചരണങ്ങളാണ് പാടാൻ പോകുന്നത്. ആ ചരണങ്ങൾ പാടുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ നിന്നൊരു കുതിപ്പുണ്ടാകണം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വരുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ദാഹമുള്ള വിഷയം. ആണോ അല്ലയോ എനിക്കറിയത്തില്ല, എനിക്കതാണ്. എനിക്ക് ഇന്ന് രാത്രി കർത്താവ് വന്നാൽ കൊള്ളാമെന്ന് വലിയ താല്പര്യമുണ്ട്. നിങ്ങൾക്കങ്ങനെ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ അലേർട്ട് അല്ലെന്നുള്ളതാണ് അതിന്റെ അർത്ഥം. സ്പിരിച്വലി അലേർട്ട് ആകുക. അലേർട്ടായെങ്കിൽ മാത്രമേ ഈ അനുഭവത്തിന്റെ ഭാഗമാകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും കാതലായ വിഷയമാണ് അലേർട്ട്, വാച്ച്ഫുൾ. കർത്താവ് തന്റെ ശിഷ്യന്മാരോടും ദൈവസഭയോടും ആവർത്തിച്ചു പറയുന്ന കാര്യമാണ് അലേർട്ട് ചർച്ച്. ഹല്ലേലൂയ. നമ്മെ ചേർക്കുവാൻ, ഭക്തവാനിൽ വെളിപ്പെടുവാൻ
യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.